രക്ഷാപ്രവർത്തകരായ പിണറായി വിജയൻ്റെ അംഗരക്ഷകരെല്ലാം ഒളിവിൽ പോയി. അതായത് പിണറായി വിജയൻ്റെ മകളും മകനും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കും കേട്ട് പണിക്കിറങ്ങിയ ഒരാൾക്കും രക്ഷയില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് ഈ കണ്ട എല്ലാ അക്രമവും നടത്തിച്ച് അവസാനം പണിയും പോയി ജയിലിലുമായി കുറേ പേർക്ക് കുടുംബം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഇപ്പോഴിതാ രാജാവിനെ പോലെ വിലസി നടന്നിരുന്ന കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒളിവിലാണ്. ഒരു ഗതികേട് നോക്കണം. ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളായ ഗൺമാൻമാർ ഒളിവിലാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ അറിയിച്ചിരിക്കുന്നു. ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന ഈ 5 പേരുടെയും മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് എന്നത് അവരുടെ ഗതികേട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. പിണറായി രാജിവെക്കുന്നത് വരെ നെഞ്ചും വിരിച്ച് നടന്നു. അതിനുശേഷം ഇതിൽ പുനരന്വേഷണം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ പോയി പണി നോക്കടോ, ഞങ്ങൾക്ക് പിണറായി ഒപ്പമുണ്ട് എന്ന തരത്തിലുള്ള ഒരു മസിൽ പിടുത്തം തന്നെയായിരുന്നു നടത്തിയത്. എന്നാൽ അന്വേഷണവും പ്രഖ്യാപിച്ചപ്പോൾ മെല്ലെ അയഞ്ഞു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നുള്ളതിൻ്റെ കരുനീക്കങ്ങൾ നടത്തി വരികയായിരുന്നു. എന്നാൽ അവസാനം ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നറിഞ്ഞതോടെ ഒന്നും നോക്കിയില്ല. നിന്ന നിൽപ്പിൽ തന്നെ ഇട്ടിരുന്ന അതേ ട്രൗസറോടുകൂടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ആലപ്പുഴ ജില്ലാ കോടതി വളപ്പിൽ നിന്നാണ് പ്രതികളായ ഈ പോലീസ് ഗുണ്ടകൾ ഒളിവിലേക്ക് പോയത്. എന്നാൽ ഇവരെ വിടാൻ SITയും തീരുമാനിച്ചിട്ടില്ല. ഇവർക്കായി കേരളത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നേടാൻ ഇവർ ശ്രമിച്ചത്. ഇത്രയും കാലം മറ്റുള്ളവരുടെ മേലിൽ കുതിര കയറിയിരുന്നവർ സഹായം തേടി അലഞ്ഞു നടക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി സന്ദീപും അനിൽ കല്ലൂരിയും മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങി ജാമ്യം നേടി സുരക്ഷിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഗുരുതര വകുപ്പുകൾ ചേർത്ത് SIT അന്വേഷണം പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച് ഈ നീക്കം ചെറുക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് അഭിഭാഷകരുടെ കൂടി നിർദ്ദേശപ്രകാരം ഗൺമാൻമാർ ഒളിവിൽ പോയത് എന്നാണ് അറിയുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്ദീപ്, വിപിൻ, ഷൈജു, അരുൺ എന്നിവർക്കെതിരെയാണ് കേസുള്ളത്. അതേസമയം കേസ് ഡയറി തിരുത്തിയെന്നൊരു ആരോപണത്തിലും മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടന്നിരിക്കുകയാണ്. അതിൽ കുടുങ്ങാൻ പോകുന്നത് വലിയ സ്രാവ് തന്നെയാണ് ADGP MR അജിത് കുമാർ. പിണറായി വിജയൻ്റെ മറ്റൊരു വിശ്വസ്തനായ വിഡ്ഢി എന്ന് തന്നെ പറയാം. കാരണം പോലീസുകാർ ആരെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിയോ മാത്രം പറയുന്നത് കേട്ട് ആരെയും ആക്രമിക്കാനും തട്ടിപ്പ് നടത്താനും ഒക്കെ പോകാറില്ല. കാരണം ഈ ഭരണം മാറി മാറി വരുമ്പോൾ പണി കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നവരെല്ലാം പിണറായിക്ക് സ്വയം സമർപ്പിച്ച് ഇപ്പോൾ ഒളിവിൽ കഴിയേണ്ടുന്നൊരു ഗതികേടിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കൊടും കുറ്റവാളികളായി ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ ഇവർ മാറിയിരിക്കുന്നു. തല്ലാൻ പറഞ്ഞ പിണറായി വിജയനെയും കാണാനില്ല. ജീവൻ നൽകിയും നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സൈബർ സഖാക്കളെയും എവിടെയും കാണാനില്ല. ഇനി പണി പോയി എന്ന് മാത്രമല്ല, പുറത്തിറങ്ങി നടക്കാനും കഴിയുന്നില്ല എന്നത് മാത്രം ലാഭം.